രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചാണ് കേട്ടോ. ആ ചായ വെറുതെ തന്നെ കുടിക്കൽ എങ്ങനെ വെച്ചിട്ട് 2 കജൂറുണ്ടായത് അതും എടുത്തിട്ട് ചായ കുടിച്ചു. പുറത്തിരുന്നിട്ട് ചായ അടിച്ചോണ്ട് ചായ തീർന്നതേ അറിഞ്ഞില്ല. കുറെ സായാലും ഉള്ളിൽ കൂടുന്നേരൊന്ന് പുറത്തിറങ്ങി നടക്കാൻ 6 മാസമായിട്ട് കൃഷിഭവനിൽ കൊടുത്തിട്ട് വായ തയ്യാട്ടോ. അത് ഇത്രക്കേലും ഇട്ടാ, ബാക്കിയുള്ളതല്ലേ വലുതായി കേട്ടാ. കൃഷിഭവനിൽ ഫ്രീ ആയിട്ട് തന്ന വഴുതന ഇങ്ങോട്ട് തയ്യാ. പുറത്തിറങ്ങിയോട് ഇതുപോലത്തെ കാഴ്ചയെല്ലാം കണ്ടു. അങ്ങനെ അപ്പുറത്തെ ആന്റി തന്ന മുള തൈലും മുള പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും പറിച്ചിട്ട് വന്നേ. പിന്നെ ഉമ്മ നട്ട മറ്റേ തൈലത്തെ മുളും അതും പറിച്ചിട്ട് വന്നു. നമുക്ക് ഇറക്കിയാതെ നമ്മളെ തൈ തന്നെ കിട്ടുമ്പോൾ അതൊരു സന്തോഷം വേറെ. ഫസ്റ്റ് ടൈം ഒന്നല്ല കേട്ടാ, ഇതുപോലെ കുറെ പ്രാവശ്യം ഞാൻ ഇതുപോലെ മുള പറിച്ചിട്ടുണ്ടായിരുന്നു. മുള പറിച്ചിട്ട് നേരെ പോയി നമ്മളെ ഫാഷൻ ഫ്രൂട്ടിന്റെ അടുത്ത് കേട്ടാ. ഇതിനെ വെച്ചിട്ട് കൊണ്ടുപോയി പിടിച്ചിട്ടുണ്ടായിരുന്ന ആകെ ഒരു ഫാഷൻ ഫ്രൂട്ട്. അപ്പൊ ഇതാണ് നമ്മളെ കൊട്ടാരം. ഈ കൊട്ടാരത്തേക്ക് പോകുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? പിന്നെ മഴ വരുന്നതുകൊണ്ട് ഉള്ളിലേക്ക് വന്ന് നല്ല 4 പീസ് കൽത്തപ്പും നല്ല 3 ചെമ്മീൻ എടുത്ത് നല്ല പല കൂട്ടി പിന്നെ മോറിന് വെറുതെ ഇരിക്കേണ്ട 2 മാച്ചിയാക്കി തരും. ഞാൻ മാച്ചിയാക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നേട്ടാ. അങ്ങനെ അത് മാച്ചിന്റെ 3 മണിക്കൂറെങ്കിലും മാച്ചിയാക്കിയോണ്ട് നല്ല ക്ഷീണം ഉണ്ടായിട്ടാ. അതുപോലത്തെ 2 ബിങ്കോ ലേസും പിന്നെ കുറച്ച് മിച്ചറും പിന്നെ കുറച്ച് മുട്ട ഉണ്ടായിട്ടാ. ഒരു 5 മുട്ട എടുത്ത് നല്ല അങ്ങനെ വെറുതെ ഇരുന്നോട്ട് ആ മുട്ടയും തിന്നിട്ട് മുണ്ടാണ് നിൽക്കുമ്പോൾ മോറിന് ഇനി വേറെ അധികം തിന്നുണ്ടാ നേരെ ചോറിനെ വെക്കാനുണ്ടാ. ഈ ലഘുവായിട്ട് ചോറ് ആരെങ്കിലും വെക്കലുണ്ടാ? വെറും വെള്ളരിക്കറിയും പപ്പടം കാശും മാത്രം കൂടി എന്നെ കൊണ്ട് ചോറ് വയ്ക്കാൻ കഴിയില്ല. കുറച്ച് ചോറ് വെച്ചോണ്ട് തന്നെ ഒരു ഡയറി മിൽക്ക്, ഒരു സ്റ്റാർസും പിന്നെ ഇതുപോലത്തെ ഒരു ചിപ്സും പിന്നെ ഒരു ലേസിന്റെ പേക്കും കൂടി തിന്നിട്ട് കുറച്ച് സമയം മുണ്ടാണ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധി ഉദിച്ചുകൊണ്ട് പാക്കറ്റ് പാനിപൂരിൻ്റെ ഉണ്ടായിട്ടാ. അത് നല്ല പോലെ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് സോസെല്ലാം ചവിട്ടി കുഴച്ചിട്ട് നീരുള്ളി ഇട്ടിട്ട് നല്ല പാങ്ങല 1-2 ഫോണിൽ നേരത്തെ മെസ്സേജ് വന്നേട്ടാ. എന്തോ ഓഫർ ഉണ്ട്. അപ്പോൾ എന്ത് നോക്കുമ്പോൾ ഇത് ചിക്കൻ ആയിട്ടാ. ചിക്കൻ ഓഫർ ഉണ്ടാവുമ്പോൾ വെറുതെ നിൽക്കുന്നതിന് അങ്ങനെ ചിക്കൻ ഓർഡർ ആക്കി ബൂസ് ഓർഡർ ആക്കിയിട്ട് നല്ല പാങ്ങല മൈനസിൽ കൂട്ടി കുഴച്ചിട്ട് തിന്നു. പിന്നെ നല്ല മസ്ത് വരാൻ കേട്ടാ. ഈ ചിക്കനിലൊക്കെ വെച്ചിട്ട് പിന്നെ മസ്ത് വരാതിരിക്കോ. പിന്നെ നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ആക്കിയിട്ട് കുടിക്കണമല്ലോ. അപ്പം നല്ലൊരു കണ്ണൂർ കോക്ടെയിലും കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാ.